നമസ്കാരം. സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും സന്തോഷം. വ്യത്യസ്തമായ അനുഭവങ്ങൾ തേടിയുള്ള വ്യത്യസ്തനായ അതിഥികളെ തേടിയുള്ള വിശേഷങ്ങളുമായുള്ള സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ യാത്ര തുടങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളായി. അതിൽ നമ്മൾ ഒരുപാട് വ്യത്യസ്ത അതിഥികളെ നമ്മളെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്താൻ കഴിഞ്ഞു. ഇന്ന് നമ്മുടെ ആദ്യത്തെ അതിഥിയെ തേടി സ്നേക്ക് മാസ്റ്റർ ടീം എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ കഴക്കൂട്ടത്തേക്ക് പോകുമ്പോൾ കാര്യവട്ടത്തിനടുത്ത് കുറുവല്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് കുറച്ച് ആൾക്കാർ, നമ്മുടെ പാവപ്പെട്ട സാധാരണക്കാർ താമസിക്കുന്ന സ്ഥലത്ത് ഒരു കുറച്ച് ചെറുപ്പക്കാർ പല സ്ഥലത്തും വീട് വെക്കാനായി വീടിന് കട്ടളപ്പടിയൊക്കെ അറിയാമല്ലോ. ഞാൻ മേശേരി ആയതുകൊണ്ട് കട്ടളപ്പടി ഉരുപ്പടിയൊക്കെ പറഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പോൾ കട്ടളപ്പടിയൊക്കെ ചെയ്ത് കൊടുക്കാനായിട്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന കുറേ വർഷങ്ങളെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനത്തിൽ ഇന്ന് അവർ വീട്ടിന് പുറത്ത് നിന്ന് തടിയൊക്കെ പണിതുകൊണ്ടിരിക്കുമ്പോൾ അകത്തെന്തോ സാധനം എടുക്കാൻ പോയ സമയത്ത് അവിടെ ഒരു ഫോട്ടോ തൂക്കിയിട്ട് ആ ഫോട്ടോയുടെ പുറകിൽ ഒരു അതിഥി ഇങ്ങനെ വന്ന് തലയിട്ടിരിക്കുന്നുണ്ടായിരുന്നു. നമസ്കാരം. എന്താ പേര്? എൻ്റെ പേര് അനീഷ്. എന്ത് ചെയ്യുന്നു നിങ്ങൾ? ഞാൻ പ്ലംബിങ്ങിനാണ്. ഈ സൗണ്ട് കേട്ട് എന്നെ വിളിച്ച ആളാണ്. അടിപൊളി. എന്താ അദ്ദേഹത്തിൻ്റെ പേര്? വിഷ്ണു. എന്താ അദ്ദേഹത്തിൻ്റെ പേര്? ഗിരീഷ്. എന്ത് ചെയ്യുന്നു? എന്താണ്? മേശരി പണി. അപ്പോൾ ഇതെവിടെ കണ്ടെന്ന് പറഞ്ഞ്? പക്ഷേ ഇതിനകത്ത് വേറെ പ്രത്യേകം അറിയാം. ഇത് വെട്ടുകല്ലിനൊരു പ്രത്യേകം അറിയാം. വെട്ടുകല്ലിൻ്റെ ഇടയിൽ എപ്പോഴും ചുവർപ്പാമ്പ് എന്ന് പറഞ്ഞ സാധനം ധാരാളം ഇരിക്കും. ചുവർപ്പാമ്പ് മാത്രമല്ല, ചെറിയ ഒരുമാതിരിപ്പെട്ട ഐറ്റം ഒക്കെ ഇരിക്കുന്നൊരു സ്ഥലം. ഇതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് ഉണ്ടാവും. ഇവന് കയറി കഴിഞ്ഞാൽ ഇതിനകത്ത് ചെളിയാണ്, ചെള്ള കാണത്തില്ല. ഇപ്പോൾ ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞിരിക്കാനും പറ്റി. ഇവൻ്റെ ഫുഡ് പല്ലിയാണ്. ഇവ ഇവിടെയൊക്കെ വരും. ഇവ ഇതിനകത്തിരുന്ന് ഈസിയായിട്ട് പിടിക്കും. അവിടെ അനായാസം പിടിക്കുകയും ചെയ്യും, അവിടെ സുഖമായിട്ടിരിക്കുകയും ചെയ്യും. ആർക്കും ഒരു ശല്യമില്ല. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ട ഇതെല്ലാം വേണം. അപ്പോൾ എന്താ ഇത് മാറ്റണമെന്നല്ല ഞാൻ പറഞ്ഞത്. എൻ്റെ ഇഷ്ടപ്പെട്ട അതികൾക്ക് വസിക്കാൻ പറ്റിയൊരു സാഹചര്യം. സൂപ്പർ. അപ്പോൾ നമ്മൾ സമയം കളയും. നോക്കാം. അകത്താളുണ്ടോ? അകത്താളുണ്ടല്ലേ. ഇതെല്ലാം നിങ്ങൾ പണി ചെയ്ത് കൊടുക്കുന്നതല്ലേ? ഇതിന് വേറെ എത്ര പേരാണ് പണിക്കാരുണ്ട്? 4 പേരുണ്ടല്ലേ. ഇപ്പം അവരകത്താണ്. നിങ്ങൾ വിളിച്ചു എന്നുള്ളത്? അങ്ങനെ നിങ്ങളെല്ലാവരും ഫ്രണ്ട്സാണ്. ഓക്കെ. അടിപൊളി. ഇതെല്ലാം പണി ചെയ്ത് വെച്ചിരിക്കണം അല്ലേ? എന്താ പേര്? അജയൻ. എന്താ മോൻ്റെ പേര്? നിതിൻ. നിതിൻ എന്ത് ചെയ്യുന്നു? ഇത് എവിടെയാണ് കണ്ടെന്ന് പറഞ്ഞു? ഇതിനകത്തോ? അപ്പോൾ നിങ്ങൾ പറഞ്ഞ ഫോട്ടോ, പുള്ളിക്കാരൻ പറഞ്ഞ ഫോട്ടോ വെച്ചാൽ വലിയ ഫോട്ടോയാണെന്നാണല്ലോ പറഞ്ഞത്. ഇപ്പോൾ എങ്ങനെയാണ് കണ്ടേ? നമ്മൾ ഇവിടെ നിന്ന് സാധനങ്ങൾ പുറകെ ഇവിടെ നിന്നാണ് അടുക്കി വെച്ചിരുന്നത്. ഇവിടെ നിന്ന് എടുത്താണ് വെളിയിൽ കൊടുത്ത് പണി. ഇത് മൊത്തം പണി സാധനങ്ങളല്ലേ? ഇതിന് താമസമില്ല? നമ്മുടെ ആൾ താമസമില്ല. ജോലിക്ക് വേണ്ടി മാത്രം എടുത്തിരിക്കുന്ന സൈറ്റ്. വാടകയ്ക്ക് എടുത്തിട്ടിരിക്കണം. നമ്മുടെ സ്വന്തമല്ല. അപ്പോൾ ഇത് ഇതിനകത്ത് ഉണ്ട്. കണ്ടു നിങ്ങൾ? നമ്മൾ കുറച്ച് നാളായിട്ട് ഈ വീട് കൂട്ടിയിട്ടേക്കായിരുന്നു. ഇവിടെ വർക്കില്ലായിരുന്നു. ഇപ്പം പുതിയ തുടങ്ങിയിട്ട് 2 ദിവസമായുള്ളൂ. 2 ദിവസം. അടിപൊളി. അപ്പോൾ ഇവർക്കും പണി കൊടുത്തു. നിങ്ങൾ മൊബൈലിൻ്റെ ഫ്ലാഷിങ് തരാമോ? സൈലൻ്റ് അല്ലേ ഫ്ലാഷ്? അങ്ങനെ എത്തുമോ? അത് കൊള്ളാം. സൂപ്പർ. ഇങ്ങനെ അടിച്ച് കത്തിക്കുന്ന സംഭവം കൊള്ളാം. അത് സൂപ്പറാണല്ലോ. ഞാൻ ഒരു ചുവരിൽ അടിക്കാൻ പോയിരിക്കും പുള്ളി എടുത്ത് കുടഞ്ഞപ്പോൾ. അപ്പോൾ ഇവർ പറയുന്നത് ഇതിനകത്ത് ഉണ്ടല്ലേ? പോയിട്ടില്ല? ഇല്ല. അടിപൊളി. ഇവിടെ ഈ ബോർഡിൻ്റെ പുറകിൽ എന്തോ ഒരു സാധനം ഒട്ടിയിരിക്കും. നമുക്ക് വ്യക്തമല്ല, ഒട്ടിയിരിക്കും. പക്ഷെ കണ്ടിട്ട് നമ്മളെ കറുപ്പിൽ വെള്ള ചുവർപ്പാമ്പിനെ പോലെ തോന്നുന്നുണ്ട്. പക്ഷെ നമുക്ക് ബോർഡ് കൃത്യമല്ല, ഒരു പടം പൊഴിക്കാറാവില്ല. അപ്പോൾ നമുക്ക് എന്തായാലും പതുക്കെ ഈ ഫോട്ടോ ഒന്നെടുത്ത് ഇത് അടച്ചതാ. എന്തായാലും ചുവർപ്പാമ്പല്ല. നമ്മുടെ ഓർമ്മയുണ്ടോ, നമ്മുടെ ഒരു എപ്പിസോഡിൽ നമ്മുടെ പൂവാറെടുത്ത് കണ്ണ് തെറ്റിയാൽ ചിലപ്പോൾ തറയിപ്പോൾ കണ്ണ് മാറ്റാതിരിക്കുന്നത്. പൂവാറെടുത്തൊരു വലിയ തേക്കിൻ്റെ മണ്ടയിൽ കയറി തേക്കിൻ്റെ കവരത്തിനകത്ത് നമ്മൾ ഒരു ഹോളിനകത്ത് ഒരു 6 എണ്ണം എടുത്ത് 5 എണ്ണം ഒറ്റ എടുത്ത്. പിന്നെ അത് നമ്മൾ ലൈറ്റ് ഇളക്കി, പൂവാറെടുത്തല്ല, നമ്മൾ മറ്റെടുത്ത് കോളിയിലാണ് ഒരു ബൾബ് ഇങ്ങനെ വെച്ചിരുന്ന ബൾബിനകത്ത് ഇറക്കി 6 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ടെറസിനുണ്ട് വാഴ കൃഷി ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ എപ്പിസോഡ് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വിവാദ നായകൻ. ഇദ്ദേഹത്തിനെ കണ്ടു കഴിഞ്ഞാൽ ഒത്തിരി ഒരു കളർ, അത് മഞ്ഞയും പച്ചയും അതുപോലെ ചുവപ്പല്ല കാവി കളർന്നൊരു കളറൊക്കെ അടങ്ങുന്നൊരു സാധനം. ഇദ്ദേഹത്തിൻ്റെ പേരെന്താണെന്ന് അറിയാമോ? തല പരന്നിരിക്കുന്നത്. നമ്മൾ സാധാരണ നമ്മളൊക്കെ പറയും ഇത് ഭയങ്കര അപകടകാരിയാണെന്ന്. കണ്ണെടുക്കാതിരിക്കുന്നത് ചാടിപ്പോയാൽ വെളിയിൽ പോയി. ഇതിൻ്റെ ഇടയിൽ അങ്ങനെ പോയി പിന്നെ മുഴുവൻ സാധനവും മാറ്റേണ്ടി വരും. നാഗത്താൻ പാമ്പ് എന്ന് മലയാളത്തിൽ അറിയപ്പെടുന്ന, വർണ്ണപ്പാമ്പ് എന്ന് മലയാളത്തിൽ അറിയപ്പെടുന്ന, ഫ്ലൈയിങ് സ്നേക്ക്,
പറക്കും പാമ്പ്. പറക്കൊന്നുമില്ല, എനിക്ക് തോന്നുന്നത് ഇവിടെ സാറിന് നിങ്ങൾ പകൽ നമ്മൾ ഇവനെ കാണും, ചെമ്പോത്തിന് ഉപ്പനെ കാണാറുണ്ടോ? കുറവല്ലേ ഇപ്പോൾ? ഉപ്പൻ്റെ ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ് ഇവൻ. ഉപ്പൻ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം കൂടും. ഇതാണ് നാഗത്താൻ പാമ്പ് എന്നറിയപ്പെടുന്ന വർണ്ണപ്പാമ്പാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് ഈ ചെവരിൽ നിന്നൊക്കെ പടം കിട്ടാറുണ്ടായിരുന്നു. വെള്ളപ്പടമാണ്. അപ്പോൾ വെള്ളപ്പടമാണ് ഇതിൻ്റെ പടം. ഇപ്പോൾ ഇത് സാറിന് ചുവർപ്പാമ്പ് വെള്ളയാണ്, ഇതിൻ്റെ പടവും വെള്ളയാണ്. ഇത് ഈ കളർ ഇടുമ്പോൾ നമ്മളായിരിക്കും ഇതിൻ്റെ പടം ഇതേപോലെ അങ്ങ് പൊഴിച്ചു വയ്ക്കുന്നതല്ല. ഇതിൻ്റെ കളർ പടം പൊഴിക്കുന്നത് നല്ല വെള്ളയാണ്. ഓട്ടിൻ്റെ മണ്ടിൽ ഷീറ്റിനകത്ത് ഇപ്പോൾ ഇദ്ദേഹത്തിന് കൂടുതലായിട്ട് കാണുന്നത് രണ്ടാമത്തെ നിലയ്ക്ക് മുകളിൽ ഷീറ്റ് ഇടുമ്പോൾ ഷീറ്റിനകത്ത് ഷീറ്റ് ഇടാൻ വേണ്ടി പൈപ്പ് ഇടുന്നുണ്ട്. പൈപ്പിൻ്റെ സൈഡ് പലരും അടയ്ക്കാറില്ല, രണ്ട് സൈഡും അടയ്ക്കാറില്ല. ഈ ഇടയ്ക്ക് ഞാൻ ഒരു നായ്ക്കൂട് പൊളിച്ചിട്ടെടുത്തൊരു സംഭവം, നായ്ക്കൂട് മൊത്തം പൊളിച്ച്, ഞാൻ വലിയ നായ്ക്കൂട് AC ഒക്കെ ഉള്ള നല്ല നായ്ക്കൂട്, അത് പൊളിച്ചെടുത്തൊരു സംഭവം ഈ അടുത്ത കാലത്തുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് കടിച്ചാലും വെനമില്ല, നോൺ വെനമസ് ആണ്. പക്ഷേ ഈ അടുത്ത കാലത്ത് നെയ്യാറ്റിൻകരയ്ക്ക് അടുത്ത് ഞാൻ പല പ്രാവശ്യം നമ്മുടെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ കടി ഏറ്റിട്ട് ഹോസ്പിറ്റലിൽ പോകുന്ന പ്രവണതയുണ്ട്. അതിൻ്റെ യാതൊരു ആവശ്യമില്ല. ഇത് നോൺ വെനമസ് ആണ്. ഇത് ഞാൻ പതുക്കെ അദ്ദേഹത്തിനെ ഇങ്ങോട്ട് എടുക്കാൻ ശ്രമിക്കുകയാണ്, കാരണം ചാടിപ്പോയി നല്ല സ്പീഡാണ്. ഇദ്ദേഹം ചാടിയാൽ പിന്നെ നമുക്ക് വേണ്ട, പോയി ആടിപൊളി. ഇത് പുറത്തുണ്ട്, അത് അകത്ത് വേറൊന്നുണ്ട്. നിങ്ങൾ ഒരു തലയിലേ കണ്ടുള്ളൂ. ഇതുണ്ട്, ഇത് പടം പൊഴിക്കാറായി, ചട്ട പൊഴിക്കാറായി. കണ്ടോ, നന്നായിട്ട് കാടിക്കും. കണ്ടോ, ഇത് വളരെ എന്താ പറയുക, വളരെ റയറായിരുന്നു നമ്മുടെ നാട്ടിൽ. പക്ഷേ ഇപ്പോൾ കോമൺ ആയിട്ട് എല്ലായിടത്തും കാണുന്നുണ്ട്, സിറ്റിക്കകത്ത് വരെ കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ വണ്ടിയിൽ വാഹനത്തിലൊക്കെ വരുന്നതാണെന്നറിയാം. ഈ അടുത്ത കാലത്ത് നമുക്ക് സിറ്റിക്കകത്തൊരു ബൈക്കിൽ നെയ്യാറ്റിൻകരയിൽ ബൈക്കിൽ വന്നൊരു സംഭവം വായിച്ചായിരുന്നു, പത്രത്തിൽ വായിച്ചു, റിപ്പോർട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് നോക്കൂ, നാഗത്താൻ പാമ്പ് എന്നറിയപ്പെടുന്ന വർണ്ണപ്പാമ്പാണ്. കടിക്കും വെനമില്ല. നോക്കിക്കോളൂ, കടിക്കും വെനമില്ല. ഇത് നമ്മൾ കടി കിട്ടിയാൽ തന്നെ അദ്ദേഹം അതിനകത്തിരുന്ന് അനങ്ങുന്നുണ്ട്. ഇദ്ദേഹത്തിനെ പിടിച്ചപ്പോൾ അദ്ദേഹത്തിന് കുറച്ചുകൂടി വെട്ടം കിട്ടി, ഷേഡിട്ട്. അപ്പോൾ അദ്ദേഹം അനങ്ങുന്നുണ്ട്. ഇനി അപ്പുറത്ത് ഹോളുകളുണ്ടോ നോക്കണം. ഇല്ല, അടഞ്ഞിരിക്കുകയാണ് അല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് ഇദ്ദേഹം പോക്കറ്റിലോട്ട് കയറി പോകുന്നു. എനിക്ക് തോന്നുന്നത് നിങ്ങൾ കണ്ടോണ്ട്, ഇല്ലെങ്കിൽ ഇത് മേളിലോട്ട് കയറി പോയാൽ നിങ്ങൾ ആ സമയം കൊണ്ട് നോക്കി നിന്നതുകൊണ്ടായിരിക്കാം ഇദ്ദേഹം ഇവിടെ ഇരുന്നത്. രണ്ടും ഒരേ ആൾ. കണ്ട, നാഗത്താൻ എന്നറിയപ്പെടുന്ന വർണ്ണപ്പാമ്പ് എന്നറിയപ്പെടുന്ന പറക്കും പാമ്പ് എന്നറിയപ്പെടുന്ന അതിഥിയാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഇവരെ കൂടുതൽ കാണുന്നത്. ഈ താബൂക്ക് കെട്ടിയ ചുവരുള്ള സ്ഥലങ്ങൾ, ഇൻ്റർലോക്ക് അടുക്കി വയ്ക്കുന്ന സ്ഥലങ്ങൾ, പിന്നെ അതുപോലെ തന്നെ വീട്ടിൻ്റെ പരിസരങ്ങളിൽ നമ്മൾ പുതിയ ഈ മണ്ണുകൊണ്ടുണ്ടാക്കി ലോക്ക് കട്ട കൊണ്ട് കിട്ടുന്ന വീട്ടിൻ്റെ ഗ്യാപ്പിൽ ഒക്കെയാണ് ഇദ്ദേഹത്തെ കാണുന്നത്. പക്ഷേ ഇത് അവർ വന്നിരിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, അവരുടെ ഫുഡായ പല്ലി അവിടെ ഉള്ളതുകൊണ്ടാണ് ഇവരവിടെ വരുന്നത്. ഇതിനകത്തോട്ട് നല്ല ഗ്യാപ്പുണ്ട്. ഈ കട്ടയ്ക്കകത്തിട്ട് മണ്ണിൻ്റെ അടി ഗ്യാപ്പുണ്ടോ, പഴയ വീടല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയിലോട്ട് തിരിഞ്ഞിരുന്നാൽ അവന് പല്ലി ഇഷ്ടം പോലെ അവിടെ കിട്ടും. എത്ര നാളുണ്ട് ഈ വെള്ളപ്പടം കിട്ടുന്നുണ്ട്? കുറേ നാളായോ? വെള്ളപ്പടം ഇതിൻ്റെ മാത്രമല്ല, ചുരുട്ടിയുടെയും വെള്ളപ്പടമാണ്, ചുവർപ്പാമ്പിൻ്റെ. നമ്മുടെ വീടിനകത്തൊക്കെ സാധാരണ കണ്ടില്ലേ, അതും വെള്ളപ്പടമാണ്. ഉള്ളിലേക്ക് ഹോളുണ്ട്. അപ്പോൾ ഉള്ളിലേക്ക് നമ്മൾ അനക്കും തോറും പോയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ കയ്യിലൊരാൾ വിഷമിച്ച് എന്താ പറയുക, എവിടെ എൻ്റെ ലൈൻ എവിടെയെന്ന് ചോദിച്ചുകൊണ്ടിരിക്കണം. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളിനെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നുള്ളൂ. അവരൊരുമിച്ച് ഇരുന്ന സമയത്താണ് നമ്മളവരെ ഒരാളിനെങ്കിൽ പിടിച്ചത്. മറ്റേ ആളിങ്ങനെ അന്തം വിട്ട് നോക്കുകയാണ്. പിടിച്ച ആൾ നമ്മളെ കയ്യിലിരിക്കുന്ന ആൾ. നല്ല ഉള്ളിലേക്കുണ്ട് കേട്ടോ ഹോൾ, നല്ല ഹോളുണ്ട്, നല്ല ഹോളാണ്. ഇനി രണ്ടേ ഉള്ളാന്ന് ദൈവത്തിന് അറിയാം. നമുക്ക് ചെറിയ കമ്പല്ല അതിനകത്ത് ഇടാം, ചെറിയ സാധനം, ഇത്തിരി കൂടെ നീളമുള്ള കമ്പോ എന്തെങ്കിലും കമ്പിയോ എന്തെങ്കിലും ചെറുത് മതി നമുക്ക്. ഇത്തിരി കൂടി ആണിയേക്കാളും നീളം വേണം. അത് മതി, കറണ്ടി ഉണ്ടല്ലോ, ഇനി അത് മതി ഇങ്ങനെ തരാം. ഇത് മതി, കുഴപ്പമില്ല. ഓ ഭഗവാൻ, കറണ്ടിയൊക്കെ പണ്ട് രാവിലെ നമ്മൾ മോനവിളി ഉണ്ടോ? മോനവിളി ഉണ്ടോ?
അപ്പുറത്ത് ഹോളില്ലെന്ന് ഉറപ്പല്ലേ? ഇല്ല ഇല്ല ഇപ്പോൾ ഹോളില്ല. അല്ലേ? പക്ഷേ അങ്ങോട്ടാണ് കയറി ഇരിക്കുന്നത് 90%. അല്ല അവിടെ ഹോളില്ലല്ലോ. ഇതിൻ്റെ നേരെ ഹോളുണ്ടോ നോക്കൂ. ഇല്ലല്ലോ. ഇല്ല. ഓക്കെ ശരി. അപ്പോൾ ഇതിനകത്ത് വേറെ സ്പേസാണ്, നോക്കാം. നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഇട്ട് കുത്തുമ്പോൾ നോക്കി കുത്തിയില്ലെങ്കിൽ അതിൻ്റെ ദേഹത്ത് മുറിവുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പതുക്കെ അപ്പുറത്തൊന്ന് ശ്രദ്ധിച്ചോളാം മക്കളെ. അടിപൊളി. ഇത് നമ്മൾ പിടിച്ചതിനേക്കാളും അല്പക്കൂടി വലുത്. അതിനകത്ത് മക്കൾ വേറെ ഒന്നുമില്ല. അപ്പുറത്തെ ഹോളിലല്ലോ ഉണ്ട്. അടിപൊളി. ഇവർ കണ്ടത് ഒരാളിനെയാണ്, പക്ഷെ നമുക്കിവിടെ കിട്ടിയത് 2 പേര്. വേറൊരു പ്രത്യേകത ഉള്ളത്, ഇവർ ഇവിടെ ഇരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ ഇവർ എത്ര മാസം ഇത് അടച്ചിട്ടിട്ട്? അല്ല, ഇത് പണിയില്ലാതായിട്ട് 2 മാസം. പിന്നെ അന്വേഷിച്ച് 2 ദിവസം അയാൾ തുറന്നിട്ട്. അപ്പോൾ മറ്റു സാധനങ്ങളൊന്നും ഇവിടെ കണ്ടിട്ടില്ല, വേറൊന്നും നോക്കിയിട്ടില്ല. അടിപൊളി. അപ്പോൾ ഇവരെന്തായാലും 2 മാസം കൊണ്ട് പണിയില്ലായിരുന്നത് അടച്ചിടായിരുന്നു. അപ്പോൾ ഇന്ന് 2-3 ദിവസമായിട്ടുള്ള പണി തുടങ്ങിയിട്ട്. അപ്പോൾ നമുക്കറിയാം ഇത് വർണ്ണപ്പാമ്പ് എന്നറിയപ്പെടുന്ന നാഗത്താണ്. വെനമില്ല, നന്നായിട്ട് കടിക്കും. നമ്മുടെ എപ്പിസോഡ് നമ്മൾ ഒരുപാട് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത, പല്ലി എവിടെയുണ്ടോ അവിടെ ഇദ്ദേഹം ഉണ്ടാവും. പിന്നെ മറ്റൊരു പ്രത്യേകത, നമ്മുടെ നാട്ടിൽ ഒന്ന് കുറയുമ്പോൾ ഒന്ന് കൂടും. അത് സ്വാഭാവികമാണ്, ഏത് ജീവിയായിരുന്നു. ഇപ്പം നമുക്കറിയാം, നമുക്ക് ചേര കുറയുമ്പോൾ നമ്മുടെ നാട്ടിൽ എലി വർദ്ധിക്കുന്നു, തവള വർദ്ധിക്കുന്നു. പിന്നെ നമുക്ക് ഇതിപ്പം നമ്മുടെ ചെമ്പോത്ത് എന്ന് പറഞ്ഞത് നമ്മുടെ അറിയാമല്ലോ, നമ്മുടെ ചക്രവാക പക്ഷി എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയുന്നത് നമ്മുടെ ഉപ്പൻ എന്നറിയപ്പെടുന്ന കണ്ണ് ചുവന്നിരിക്കുന്ന വാല് കറുപ്പിൽ 2 സൈഡിൽ നല്ല തവിട് കളർ, നല്ല കാപ്പിപ്പൊടി കളറിലുള്ള സാധനത്തിന് ഉപ്പൻ എന്ന് ചെമ്പോത്ത് എന്ന് പറയും. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുള്ള സ്ഥലങ്ങൾ ഇദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കുറവാണ്. നമുക്ക് ഈ ചുവരിലാണ് ഇത് നോക്കിയുള്ളൂ. നിങ്ങൾ ഇദ്ദേഹം കയറിപ്പോകുന്നത് ഞാൻ കാണിക്കാം. നോക്കിയുള്ളൂ, ഇദ്ദേഹത്തിൻ്റെ കയറിപ്പോക്ക് ഇതാ നോക്കിയുള്ളൂ. ഇങ്ങനെ ചുമ്മാ ഉണ്ടതാ, ഇദ്ദേഹത്തിനെ വിടുകയാണ്. നോക്കിയുള്ളൂ, ഇദ്ദേഹത്തിൻ്റെ പോക്ക് ഇങ്ങനെയാണ്. നോക്കിയുള്ളൂ. ഇതാണ് കടി. ചുമ്മാ കടിക്കും, വേറെ പ്രശ്നമൊന്നുമില്ല. നോൺ വെനമസ് ആണ്, പേടിക്കേണ്ട ഒരു കാര്യമില്ല. ഇതാണ് ഇതിൻ്റെ തല. ഉണ്ടോ? പരന്ന തല. തലയിൽ വരുന്ന കളറ് 2 കളറിൽ കാണുന്നു. 2-3 കളറിൽ തല കാണുന്നു. പരന്ന തല, നല്ല കൂർത്ത തല. ഇത് കണ്ടോ? ഇദ്ദേഹത്തിനെ കണ്ടു കഴിഞ്ഞാൽ 2 പേരും 2 സ്പേസ്, 2 തലയാണ്. കണ്ടോ? 2 പേരും 2 തല, ആണും മെയിലും ഫീമെയിലും. ഒരാൾ പടം പൊഴിച്ചു, ഒരാൾ പടം പൊഴിക്കാറാവുന്നേ ഉള്ളൂ. അതാണ് ഈ കളർ വ്യത്യാസത്തിൽ കാണുന്നത്. കണ്ടോ? ചുമ്മാ നമ്മൾ ഈ ചവറിലൊക്കെ ഈസി ആയിട്ട് കയറി പോകുന്നവർ ചുമ്മാ നമ്മുടെ സിമെൻറ്റ് തേക്കാത്ത ഭിത്തികൾ, കാബുക്ക് കെട്ട സിമെൻറ്റ്, അതിൻ്റെ ഇടയ്ക്കാണ് അതിൻ്റെ വാസം. പല്ലിയാണ് അവൻ്റെ ഇഷ്ടപ്പെട്ട ഭക്ഷണം. പല്ലിയെ പിടിക്കാൻ വേണ്ടി മാത്രമാണ് ഇവർ നമ്മുടെ വീടിൻ്റെ പരിസരത്തേക്ക് വരുന്നത്. നമ്മുടെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരുന്നത് അതിനുവേണ്ടി. നമ്മളെ കടിച്ചാലും ഒരു കാരണവശാലും ഇദ്ദേഹത്തിൻ്റെ കടിയേറ്റൽ ഒരു മെഡിസിൻ്റെ ആവശ്യമില്ല. ഓർത്ത് വയ്ക്കുക. നമ്മളെന്തെങ്കിലും സമയങ്ങളെന്തെങ്കിലും നമ്മൾ ബോട്ടിലാക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ ആൾക്കാർ പുറത്ത് കാത്തുകൊണ്ട് അവരെ കൂടി ഒന്ന് പരിചയപ്പെടും. കാരണം ഇതൊക്കെ ഇവിടെയൊക്കെ പാവങ്ങൾ ജീവിക്കുന്നുണ്ട്. അവരെ വീടിനകത്ത് നിന്ന് അവരപ്പോഴും തച്ചുമില്ല. അപ്പോൾ അവരെ കൂടെ ഒന്ന് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് അവരെ കൂടി ഒന്ന് കാണിച്ച് പരിചയപ്പെടുത്തിയിട്ട് നമുക്ക് ബോട്ടിലാക്കാം. നമ്മൾ വന്നപ്പോൾ ആരും ഇല്ലെന്ന്, വന്നപ്പോൾ ഒരു പഞ്ചായത്തിലുള്ള ആളുകൾ മൊത്തമായി. അപ്പോൾ നമുക്ക് കണ്ടു ഏകദേശം 1 മീറ്ററിനടുത്ത് നീളം വരുന്ന 2 വർണ്ണപ്പാമ്പുകൾ അഥവാ നാഗത്താൻ പാമ്പുകൾ. ഇത് വെനമില്ലാത്തതാണ്. നമുക്ക് സാധാരണ കടിക്കും. ഇതിങ്ങനെ എണീറ്റ് നിന്ന് നമ്മുടെ എന്താ പറയുക, നമ്മുടെ വീട്ടിൻ്റെ മണ്ടയിലും ഒക്കെ മരത്തിലൊക്കെ കയറി പോകുന്നത്. മരത്തിൽ കൂടി ഇങ്ങനെ നൂന്ന് നിൽക്കുന്ന തെങ്ങിലൊക്കെ ഇങ്ങനെ സൈഡിൽ കൂടി ഈസി ആയിട്ട് ഇങ്ങനെ വളഞ്ഞ് 8 പോലെ അല്ലെങ്കിൽ എസ് പോലെ ഇങ്ങനെ മടങ്ങി കയറി പോകുന്നൊരു അതിഥിയാണ്. വെനമില്ല, നോൺ വെനമസ് ആണ്. ഇദ്ദേഹത്തിൻ്റെ കടിയിട്ടൊന്നും ഒരു പ്രശ്നമില്ല. നോക്കിയോളൂ, വർണ്ണപ്പാമ്പ് ഓറഞ്ച്, പച്ച, മഞ്ഞ, കറുപ്പ് ഇതടങ്ങുന്നതാണ് ഇദ്ദേഹത്തിൻ്റെ കളറ്.
നോക്കിക്കോളുക. ഇദ്ദേഹം നമ്മുടെ വീട്ടിലെങ്ങനെ വന്നാൽ ഒരു കാരണവശാലും നമുക്ക് തല്ലിക്കൊല്ലാനൊന്നും മെനക്കെടരുത്. നമ്മളങ്ങ് മാറിക്കൊടുത്താൽ അതങ്ങ് ഇറങ്ങിപ്പോക്കുള്ളൂ. ഇതിനൊന്നും ഒരിക്കലും പിടിക്കേണ്ട കാര്യമില്ല. നമ്മുടെ നാട്ടിൽ ഓന്ത്, പല്ലി, അരണ എന്നിങ്ങനെയുള്ള ജീവികളെ പിടിക്കുന്നൊരു അതിഥിയാണ് ഇവർ. അപ്പോൾ നമ്മൾ ഇതാണ്ടല്ലോ, ഇതാണ് വർണ്ണപ്പാമ്പ് എന്നറിയപ്പെടുന്ന, ഫ്ലൈയിങ് സ്നേക്ക് എന്നറിയപ്പെടുന്ന, പറക്കും പാമ്പ് എന്നറിയപ്പെടുന്ന അതിഥി. നോക്കിക്കോളുക, കടിക്കും, നന്നായിട്ട് കടിക്കും. കടിച്ചു പറഞ്ഞാൽ ഒരു മരുന്നിൻ്റെ ആവശ്യമില്ല. നോൺ വെനമസ് ആണ്. ഇതിങ്ങനെ നമ്മുടെ ശരീരത്തിൽ കൂടെ ഇങ്ങനെ കയറി പോകുന്നൊരു അതിഥിയാണ് ഇദ്ദേഹം. കണ്ടോ, ഇപ്പോൾ കണ്ടുകഴിഞ്ഞാൽ ഉടുപ്പിൻ്റെ ബട്ടണിൻ്റെ ഇടയിൽ കൂടെ കയറി പോകും. ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ബട്ടണിനകത്തൂടെ കയറി പോകും. അതാണ് ഇവിടെ ഒരു പ്രത്യേകത. തറയിൽ വീണ് കഴിഞ്ഞാൽ ഒറ്റ പോക്കാണ്. ഇതാണ്ട ബട്ടണിനകത്തൂടെ കയറി പോകും. ഒറ്റ ഇരുട്ടായതുകൊണ്ട് ബട്ടണിനകത്തൂടെ ഇങ്ങനെ കയറി, ഷർട്ടിനകത്ത് ഇരുട്ടായതുകൊണ്ട് അതിനകത്തൂടെ കയറി ഇങ്ങനെ പോകും. അപ്പോൾ നമ്മൾ കടിക്കാൻ നന്നായിട്ട് കടിക്കാൻ തന്നെ ഒരു വെനവും ഇല്ല. നോൺ വെനമസ് ആണ്. അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല. നമ്മുടെ എപ്പിസോഡ് നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടി നമ്മൾ ഒരുപാട് പല വീഡിയോ ഇത് അപൂർവമുണ്ട്. ഒരുപാട് കിട്ടത്തില്ല. ഇത് പാമ്പുപിടുത്തക്കാർക്ക് പലർക്കും ഇന്നുവരെ കിട്ടും. എത്രയോ വർഷമായിട്ട് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇന്നുവരെ കിട്ടാത്തൊരു അതിഥിയാണ് ഇത്. അപൂർവമായിട്ടുണ്ട്. രണ്ടും നീളം ഉണ്ടോ, രണ്ടും വേണം. ഒരു ഫീമെയിലും മെയിലുമാണ്. ഇപ്പോൾ ഇവർ കണ്ടില്ലായിരുന്നെങ്കിൽ ആ ഗ്യാപ്പിനകത്ത് എവിടെയെങ്കിലും അടുത്ത ഇണ കൂടി മുട്ടയിടാനായിട്ട് സാധ്യതയുള്ള അതിഥിയായിരുന്നു. കണ്ടോ, ഈ ഇരുട്ട് കണ്ടോ, ഈ ഷർട്ടിനകത്ത് ഇരുട്ടായതുകൊണ്ട് അതിനകത്ത് ഇങ്ങനെ കയറി പോകുന്ന അതിഥി. കണ്ടോ, ഷർട്ട് ഇരുട്ടല്ലേ, അപ്പോൾ അതിനകത്ത്. അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല. ചേട്ടാ ആ ബോട്ടിലുണ്ടെങ്കിൽ തരാൻ പോട്ടെ. നമ്മൾ രണ്ടുപേരെയും ബോട്ടിലാക്കുകയാണ്. അടപ്പൊടിയും തരാം മകളെ. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ നമ്മുടെ പ്രിയ സഹോദരന്മാർ പണി ചെയ്യുന്ന കട്ടളയും വാതിലുമൊക്കെ ചെയ്യുന്ന സ്ഥലത്ത് അവരുടെ ചുവരിലൊരു ഫോട്ടോയുടെ പുറകിൽ കണ്ട 2 നാഗത്തൻ അതിഥി, വർണ്ണപ്പാമ്പ് എന്ന് പറയുന്ന അതിഥികൾ, നല്ല മനോഹരമായ, നല്ല സൗന്ദര്യമുള്ള, നല്ല എന്താ പറയുക, പ്രകൃതി രമണീയമായി എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. പ്രകൃതിക്ക് ഇണങ്ങുന്ന രീതിയിലുള്ള നല്ല സൂപ്പറായിട്ടുള്ള 2 അതിഥികളെ നമുക്ക്, അല്ലെങ്കിൽ 2 നാഗപ്പാമ്പുകളെ നമുക്ക് സമ്മാനിച്ച് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് നന്ദി പറയുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ അതിഥികളെ പിടികൂടിയ വിശേഷം നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി, പുതിയ സംഭവങ്ങളുമായി, പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാ സ്നേക്ക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ 3 പേരുടെ നന്ദി. നമസ്തേ.